സ്ത്രീകളുടെ ഒരു പ്രകൃതമാണ്. അവർ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. ഭർത്താവെന്ന നിലയ്ക്ക് നമ്മൾ അതിന്റെ പുറകെ തൂങ്ങാൻ നിന്നാൽ അത് വലിയ ഇഷ്യൂലേക്കായിരിക്കും എന്ന് പറഞ്ഞ് തീരെ താഴ്ന്നു കൊടുക്കാനുമല്ല, മറിച്ച് അവൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ രണ്ട് കൈയും കൂടെ കൂട്ടിയടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവും. നമ്മൾ സ്വല്പം ഒന്ന് മൗനം അവലംബിക്കാം. അങ്ങനെയാണല്ലോ, നമ്മൾ സ്വല്പം ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അല്ലെങ്കിലും എപ്പോഴും മോമിനായ മനുഷ്യൻ ഉയർത്താൻ പാടില്ല. ഭാര്യമാര് പാലിക്കേണ്ട കടമകൾ വേറെയുണ്ട്, അത് വേറൊരു ഭാഗം. ഞാനിത് പറയുന്നത് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഭാര്യമാര് ചിലപ്പോ നമ്മൾ കൊണ്ടുവന്നതാകുന്ന വസ്തുക്കളെ പ്രണയിക്കുന്ന ഭാര്യമാർ, ഭർത്താവിന്റെ കിറ്റ് നോക്കിയിട്ടല്ല പ്രണയിക്കേണ്ടത് ഭാര്യമാർ. ലുലു മാളിൽ നിന്നാണോ വരുന്നത്, സാധനം എവിടുന്ന പർച്ചേസ് കൊണ്ട് വരുന്നത്, മയൂരി പോയിട്ട് ഫർണിച്ചറുകൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ടാണോ വരുന്നത്, എവിടുന്നാ വരുന്നത്? നമ്മുടെ ഭർത്താവ് വരുമ്പോഴത്തേക്ക് അദ്ദേഹം വെറും കൈയോടെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കിറ്റിൻ്റെതാകുന്ന വണ്ണവലിപ്പം നോക്കിയിട്ടല്ല അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടതും പ്രണയിക്കേണ്ടതും. ഇന്നത്തെ സഹോദരിമാർക്ക് അവിടെയാണ് പിഴച്ചത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതാകുന്ന എല്ലാ സംഭവങ്ങളും കൊണ്ടുവരണം. KFC ചിക്കൻ ഡെയിലി കൊണ്ടുവരണം, ഒന്നില്ലെങ്കിൽ കുഴിമന്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ കിഴി പൊറോട്ട കൊണ്ടുവരണം. എന്തെങ്കിലും ഒന്നും കൊഴാതെ പറ്റൂല. അങ്ങനത്തതാകുന്ന ഭാര്യമാർ ഭർത്താവിന്റെ കയ്യിലുള്ള കിറ്റ് നോക്കിയിട്ട് ഭർത്താവിനെ പ്രണയിക്കുന്ന ഭാര്യമാരാകാൻ പാടില്ല. അങ്ങനെയുള്ള ഭാര്യമാര് ചിലപ്പോ ഒന്നും കൊണ്ടുവരാതെ കൈവീശി വരുന്നത് കാണുമ്പോ, ഭർത്താവിന് അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, വൈകുന്നേര സമയമായപ്പോ പോകുമ്പോഴുള്ള മുഖഭാഗമൊന്നുമല്ല, തിരിച്ചു വരുമ്പോ വളരെ വിഷമനായിട്ട് വരുന്നതാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുന്ന ഭാര്യമാർ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുണി അലക്കുന്ന സന്ദർഭത്തിലും കറി വെക്കുന്ന സന്ദർഭത്തിലും ഒക്കെ ചിലപ്പോ ഇങ്ങനെ പെറുപെറുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം, അല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ് നീ കൂടുതലായിട്ട് ചോദിക്കാൻ നിന്നാൽ അത് വലിയ വിഷയത്തിലേക്ക് എത്തിപ്പെടും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എല്ലാ കുടുംബങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് പർവ്വതീകരിക്കാൻ നിൽക്കരുതേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കണ്ടില്ല കേട്ടില്ല എന്ന് കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ അങ്ങനെ മൗനം അവലംബിക്കലാണ് വലിയ ഖൈറുണ്ടാവുക. അങ്ങനെയാണ്. പിണക്കം ഉണ്ടായാലോ വേഗം തീർക്കണം. സിലു, നിങ്ങൾ വേഗം ചേർക്കണം. അർഹാമക്കും, നിങ്ങളുടെ ബന്ധങ്ങളെ. വലൗ ബിസ്സലാം, ഒരു സലാം പറഞ്ഞിട്ടെങ്കിലും അങ്ങോട്ട് പോകണം. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറയുന്നവനാണ് സ്വർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യം സലാം പറയുന്നവൻ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നവനാ സ്വർഗം. അല്ലാതെ അവനിങ്ങോട്ട് വരട്ടെ, അവൻ എന്നേക്കാൾ ഇളയതല്ലേ, ഞാനല്ലേ അവന്റെ മൂത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠൻ നിലകൊള്ളാൻ പാടില്ല, അനുജനും നിലകൊള്ളാൻ പാടില്ല. ഞാനല്ലേ വലിയ സമ്പന്ന, വലിയ ആള്, വലിയ സംഭവമായിട്ട് നിൽക്കുന്ന ആൾ. അങ്ങനെയല്ല. അങ്ങോട്ട് ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആരാണോ അവർക്കാണ് ബറക്കത്ത്, അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണങ്ങിയാൽ ഭാര്യ വൈകണ്ട, വേഗം ചെല്ലിൻ, ഭർത്താവ് അങ്ങോട്ട് ചെല്ലിൻ. ഒരിക്കൽ ബഹുമാനപ്പെട്ടതായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. വഹിയ തബ്കീ ബുകാഅൻ ശദീദാ, അതിശക്തമായ കരഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മാ യുബ്കീക യാ ഫാത്തിമ, മാ യുബ്കീക യാ ഫാത്തിമ, ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത് ഫാത്തിമ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി ഖദ് ജുഫ്തുനി അലിയൻ നംസി. അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട പിതാവേ, ഇന്നലെ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവാകുന്ന അലിയാർ തങ്ങളുമായ ഒരു ചെറിയ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ പിണക്കമുണ്ടായി പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തുണ്ടായി ഫാത്തിമ? പറയണേ ഫാത്തിമ. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി. കാരണം ഒരു പിതാവിനറിയാം, 18 വയസ്സല്ലെങ്കിൽ 20 വയസ്സ് വരെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കി മാന്യമായ നിലയിൽ നല്ല രീതിയിൽ കെട്ടിച്ചേക്കുന്ന ഒരു ഭർത്താവിന്, ഒരു പ്രിയപ്പെട്ടതാകുന്ന പിതാവിന് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പീഡനങ്ങൾ ഉണ്ടായെന്നറിഞ്ഞാൽ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായെന്നറിഞ്ഞാൽ, അതിലൂടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ആകാംക്ഷയാണ്, ത്വരാതെ സംഭവിച്ചോ എന്നുള്ള ആകാംക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തുണ്ടായി ഫാത്തിമ? പഠിച്ചു വെക്കണേ സഹോദരിമാരെ, പെങ്ങളെ, എന്റെ ഭർത്താവിന് ആനയുണ്ട്
എന്റെ ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയ്ക്ക് വലിയതാകുന്ന സമ്പത്തുണ്ട്, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് കടകളുണ്ട്, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് ഏക്കർ കണക്കിന് ഭൂസ്വത്തുണ്ട്, എന്റെ ഉപ്പ ഇതാ പ്രവാസ ലോകത്ത് വലിയതാകുന്ന മാളുകൾ പണിതിട്ട് അതിലൂടെയുള്ളതാകുന്ന വരുമാന സ്രോതസ്സിലൂടെ റാഹത്തായി ഞങ്ങൾ ജീവിതം നയിക്കുന്നവരാണ്. ആ ഉപ്പയ്ക്ക് ഒറ്റ ഓളാണ്. ഞാൻ തിരിച്ചു കയറി ചെന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നൊക്കെ അഹന്ത വെച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്ന സഹോദരിമാരെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു സൗന്ദര്യത്തിൽ കുറവുള്ളവളായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളാ. വേണമെങ്കിൽ റസൂലുള്ളാഹിയോട് ചെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ അലിയാരി എന്ന് പറയുന്ന കർഷകനെ ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള ഒഴിവാക്കി കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതിനേക്കാൾ സുന്ദരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് കിറാമിനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ആ രീതിയിൽ പോകാൻ തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ കരുതിയിട്ടില്ല. കാരണം ഇത് റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ കഷ്ടമാണ്. ഫാത്തിമ ബലാത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് കടന്നു വന്നതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോട് ആ നൂറാനിയത്തിന്റെ പ്രഭ കാണിക്കാതിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, റസൂലേ, എന്റെ ഭർത്താവ് എന്നോട് പിണക്കം വെച്ചപ്പോൾ എന്റെ ഭർത്താവിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റുവട്ടം 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്തു റസൂലേ, 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്തു റസൂലേ. വഖുൽതു, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇർലാനി യാ ഹബീബി, ഇർലാനി യാ ഹബീബി, എന്റെ ഭർത്താവേ നിങ്ങൾ പൊരുത്തപ്പെടണേ പ്രിയതമാ, പൊരുത്തപ്പെടണേ, പൊരുത്തപ്പെടണേ. അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ ശ്രമിച്ചു വന്ന് ആയി ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ടോ ഫാത്തിമ എന്തുണ്ടായി പറയൂ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫറഹിക ഫറദിയാ, എന്റെ ഭർത്താവിരിക്കുന്നതാകുന്ന കസേരയ്ക്ക് ചുറ്റുവട്ടം 72 പ്രാവശ്യം, ഒന്നല്ല 10 അല്ല 72 പ്രാവശ്യം ഭർത്താവിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റും ഞാൻ തവാഫ് ചെയ്ത് അദ്ദേഹത്തെ വലയം ചെയ്തിട്ട് പൊരുത്തപ്പെടണേ പ്രിയതമാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അദ്ദേഹം എനിക്ക് പൊരുത്തപ്പെട്ടതെന്നത്, അദ്ദേഹം എനിക്ക് പൊരുത്തപ്പെട്ടതെന്നത്, അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന വാക്യം ഒന്ന് പഠിച്ചു വെക്കണേ ഉമ്മമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കുറഞ്ഞ ദിവസം കൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്ന പെങ്ങന്മാരെ, കാല് പ്രസവിച്ചതാകുന്ന സഹോദരിമാരടക്കം കരുനാഗപ്പള്ളിയിൽ നിന്ന് അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവർക്കന്യരാകുന്ന ചെറുപ്പക്കാരുമായി ഒളിച്ചോടിപ്പോയ സഹോദരിമാരില്ലോ, പഠിച്ചു വെക്കണേ പെങ്ങളെ. സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുറ്റിച്ചുളഞ്ഞപ്പോ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്ന സഹോദരിമാരെ പഠിച്ചു വെക്കണേ. ഫാത്തിമ ബീവി ആരാണ്? എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് സ്വർഗ്ഗം അല്ലാഹു നൽകിയത്? സംശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളെന്ന് പറഞ്ഞിട്ട് ബഹുമാൻ മഹദിയവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ സമുന്നതമായ പദവി അല്ലാഹു നൽകുന്നില്ല. സ്വർഗ്ഗത്തിൻ്റെതാകുന്ന കവാടത്തിൽ കാത്തു നിൽക്കുന്ന 4 ഹൂർലിങ്ങളുണ്ടത്രേ, 4 സ്ത്രീകളുണ്ടത്രേ. ആ സ്വർഗീയ സ്ത്രീകളിൽ പെട്ട മകളെയാണ് ബീവി ഫാത്തിമ. പഠിച്ചു വെക്കണേ സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ് അത്രയേറെ സംശുദ്ധത അല്ലാഹു കൈവരിക്കാൻ സാധിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായതുകൊണ്ട് മാത്രമല്ല, ആ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതം ഒപ്പിയെടുക്കുകയായിരുന്നു, പരിപൂർണമായി ഇത്തിബാ ചെയ്യുകയായിരുന്നു. കേവലം ഒരു പറച്ചിൽ മാത്രമല്ല, നീ പഠിക്കേണ്ടത് നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും മാതൃകയാക്കിയിട്ടാണ്. വർഷങ്ങൾ 40ഉം 50ഉം കഴിഞ്ഞില്ലയോ? ഈ കരുനാഗപ്പള്ളിയിലെ ഒരു കടയും കമ്പോളത്തിലും ഒരു ബീച്ച് റോഡുകളിലും അവർ കറങ്ങി നടന്നിട്ടില്ല. എത്ര സംശുദ്ധ
പരിശുദ്ധമായ ജീവിതമാണ് ജീവിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും നമുക്ക് സമ്മാനിച്ചത്. അവരെ പറയിപ്പിക്കാൻ ഇന്ന് ക്യാമ്പസുകൾ പ്രണയിച്ച് നടക്കുന്നു, അവരെ പറയിപ്പിക്കാൻ ബീച്ച് റോഡുകൾ പ്രണയിച്ച് നടക്കുന്നു, അവരെ പറയിപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡുകളും റോഡുകളിലും ഇരുന്നുകൊണ്ട് പരസ്യമായി ചുംബനങ്ങളിൽ ഏർപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർ അള്ളാന്റെ കോടതിയിൽ ഹിസാബിനെ ഭയക്കാത്തവരല്ലയോ? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകുമ്പോ അത് തകരാതിരിക്കുന്നത് എങ്ങനെയാണ്? വൈവാഹിക ജീവിതത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന സമൂഹമല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി ഈ വർത്തമാനം പറഞ്ഞപ്പോ ഭർത്താവ് പൊരുത്തപ്പെട്ട റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ്, കാതിൽ പറയുകയാണ് റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫാത്തിമ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഫാത്തിമ ഇന്നലെ എങ്ങാനും നീ മരിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭർത്താവുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന വേളയിൽ ഇന്നലത്തതാകുന്ന വൈകുന്നേരത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്നതാകുന്ന ഭർത്താവുമായി നീ പിണക്കം വെച്ചതാകുന്ന സമയത്തെങ്ങാനും നീ മരിച്ചിരുന്നുവെങ്കിൽ നിന്റെ മേലെ മുഹമ്മദ് മയ്യത്ത് നിസ്കരിക്കില്ലായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് പെങ്ങളെ? ആരാണ് പറയുന്നത് സഹോദരിമാരെ? പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഒരു വേള പ്രവാചകനാണ് പറഞ്ഞത്, ഇതെന്റെ കരളിന്റെ കഷ്ടമാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഇതെന്റെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. എന്തെല്ലാം പറയാമോ? കടന്നു വരുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് താനിരിക്കുന്ന കസേരയിൽ കൈമുത്തി പിടിച്ചിരുത്തിയിരുന്ന റസൂൽ തന്റെ പ്രിയപ്പെട്ട മകളുടെ കാതിൽ പറയുകയാണ്, ഫവല്ലാഹി ലൗ മിത്തിയാ ഫാത്തിമ ഫിൽ ലൈലത്തിൽ ബാരിഹ. ഇന്നലത്തെ വൈകുന്നേരം എങ്ങാനും നിന്റെ ഭർത്താവാകുന്ന കർഷകനായ പാവപ്പെട്ടവനാകുന്ന അലിയാരുമായിട്ട് പിണങ്ങി കഴിഞ്ഞിരുന്ന വേളയിലെങ്ങാനും നീ മരിച്ചിരുന്നെങ്കിൽ നിന്റെ മേലെ മുഹമ്മദ് മയ്യത്ത് നിസ്കരിക്കില്ലായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് റസൂലുള്ള ലോകത്തോട് പറയുകയാണ്, ഫാത്തിമയെ സാക്ഷി നിർത്തി പഠിച്ചു വെക്കണേ. കരുനാഗപ്പള്ളിയിലുള്ള ഓരോ ഉമ്മമാരുടെയും ഓരോ സഹോദരിമാരുടെയും ഹൃദയാന്തരങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് താലോലിക്കേണ്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ് നിന്റെ മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് പറയാൻ കാരണം, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ സംതൃപ്തി ആർക്കെന്നറിയുമോ പെങ്ങളെ? ഭർത്താവിന്റെ സംതൃപ്തി ഉള്ളവൾക്കാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വസുഖത്തല്ലാഹി അലാ സുഖതി സൗജി. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ കോപം ആർക്കെന്നറിയുമോ? സ്വന്തം ഭർത്താവ് ആരുടെ മേലാണോ കോപിച്ചത് ആ പെണ്ണിന്റെ മേലാണ് അല്ലാഹുവിന്റെ കോപമുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഭർത്താവ് പിണങ്ങിയോ ഭാര്യ പിണങ്ങിയോ അതല്ല വിഷയം, എത്രയും പെട്ടെന്ന് പോയി പൊരുത്തപ്പെടിക്കണേ. ആരാണോ ആദ്യം കടന്നു ചെന്നുകൊണ്ട് സലാം പറയുന്നത് അവൻ സ്വർഗം പുൽകിപ്പോയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്ഥാനാർത്ഥികളോട് മഹേഷുണ്ടോ? ഇല്ല, വന്നില്ല. വന്നിട്ട് പോയി. ഇന്നലെ വരാം. ഓക്കെ. എപ്പം നിർത്താൻ കേട്ടോ? രാശകോട്ടൊക്കെ കഴിഞ്ഞാലേ എല്ലാം കഴിഞ്ഞ
അപ്പൊ അത് ശ്രദ്ധിക്കുക. ചെറിയ കാര്യമല്ല, നിസ്സാര വിഷയമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ ഈ ചരിത്രങ്ങൾ പറഞ്ഞു പോയതാണ്, മറ്റൊന്നുകൊണ്ടല്ല. വൈവാഹിക ജീവിതം അത്രമേൽ പ്രധാനമാണ്, ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്, ഗൗരവമായി കണക്കാക്കേണ്ടതാണ്. വളരെ സംശുദ്ധ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം, തീർച്ചയായിട്ടും വരുത്തണം. നിസ്സാര കാര്യമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താണ് എന്ന് മരണപ്പെട്ടതിന് ശേഷം, വഫാത്തായതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു ഭാര്യ പറയുന്ന വാക്കാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം അത് ഖുർആനാണ്, ഖുർആനാണ്. വെറുതെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ പോരാ, ഖുർആനിന്റെ ജീവിതം ജനങ്ങൾക്ക് കാണിക്കണം. ആചാര്യൻ ഭയങ്കര ഖുർആനോത്ത്, ഭയങ്കര നിസ്കാരം, നെറ്റിയിൽ ഭയങ്കര തഴമ്പൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ എവിടെയാണ്? പെണ്ണുങ്ങളായിട്ട് തലാക്കായി ഉസ്താദേ, റാഹത്താണ്, ഇത്തക്കാ ജീവിക്കുന്നത്. പോയില്ലേ? പെണ്ണുങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രം സിന്ദാബാദ്. ഈ ലോകത്ത് ഏറ്റവും വലിയ കുറ്റവാളി ആരെന്നറിയുമോ? അറിയോ നിങ്ങൾക്ക്? ആരാ? റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂത്. ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയും കുടുംബത്തെയും പട്ടിണിക്കിടുന്നതാകുന്ന ആളാണ് ലോകത്ത് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഠിക്കണം ഈ ഉമ്മത്ത്, ഈ സമുദായം മനസ്സിലാക്കണം. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സമുദായത്തിലുള്ളതാകുന്ന സുഹൃത്ത് വലയങ്ങൾ പഠിച്ചു വെച്ചോ, വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമാണിത്. ഇന്ന് സ്വന്തം മക്കളെ നോക്കാനില്ല, അമ്മത്തൊട്ടിലുകൾ അധികരിക്കാണ്. മാതാപിതാക്കള് ഇല്ലാതെ വരുമ്പോ ഇതാ റോഡലുകൾ പ്രസവിക്കപ്പെട്ടതാകുന്ന കുട്ടികളെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നതാകുന്ന സ്ഥലങ്ങൾ അധികരിച്ചു വരികയാണ്, അമ്മത്തൊട്ടിൽ അധികരിച്ചു. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? മാതാപിതാക്കൾ അവരെ നോക്കാൻ ആളില്ല, അവരെ നോക്കുന്നില്ല, അവർക്ക് വേണ്ടുന്നതാകുന്ന ശുശ്രൂഷകൾ കൊടുക്കുന്നില്ല, അവരെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി വൃദ്ധസദനങ്ങൾ അധികരിച്ചു. ഇതാണ് കാലഘട്ടം. സമ്പത്ത് കൂടുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ, അള്ളാഹു ചേർക്കട്ടെ. സമ്പത്ത് കൂടുമ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ആത്മീയതയാണ്, അത് കൈമോശം വരാൻ പാടില്ല. അതുകൊണ്ട് ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്, സാര വിഷയമല്ല, തമാശയായിട്ട് നമ്മൾ കളയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളി ദഖലത്തിൽ ജന്ന ദഖലത്തിൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പഠിച്ചു വെക്കണേ സഹോദര സഹോദരി, ഉമ്മമാരെ പ്രത്യേകമായി കാതുകൊടുത്തൊന്ന് കേൾക്കണേ, കേൾക്കണേ. അയ്യുമംറഅത്തിൻ മാതത്, ഒരു പെണ്ണി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, വസൗജുഹാ അൻഹാ റാൾ, അവളുടെ ഭർത്താവ് അവളെ കൊണ്ട് സംതൃപ്തനാണ്. എന്റെ ഭാര്യ, ഞാൻ അവളുമായി മധുവിധ ആഘോഷിച്ചവനാണ്, എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് തന്നവളാണ്, എന്റെ മക്കളെ പോറ്റിയവളാണ്, അവർക്ക് മുലപ്പാല് നൽകിയവളാണ്, എന്റെ വീട് അടിച്ചു വാരി വൃത്തിയായി സൂക്ഷിച്ചവളാണ്. ഞാനിതാ 30-40 വർഷം ജീവിച്ചു, സന്തോഷകരമായ ജീവിതമായിരുന്നു അവളുമായിട്ടുണ്ടായിരുന്നത്. ഒരു പ്രശ്നവുമില്ല, ഒരു അലട്ടലുമില്ല. ഭക്ഷണമുണ്ടെങ്കിൽ സന്തോഷമാണ്, ഭക്ഷണമില്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. എല്ലാം സമാധാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി ഭർത്താവിനോടൊപ്പം നിലകൊള്ളുന്നതായ ഭാര്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭർത്താവ് സംതൃപ്തനാണ് എങ്കിൽ അവൾ തീർച്ചയായും സ്വർഗത്തിലാണ്. ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഭർത്താവ് ഭാര്യ മരിച്ചു പോകുമ്പോ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ ഭാര്യ റാഹത്തുള്ളവളായിരുന്നു, അവളെപ്പോൾ അത്രയും റാഹത്തുള്ള വേറൊരു ഭാര്യയില്ല എന്ന് പറഞ്ഞാൽ അവൾ തീർച്ചയായും സ്വർഗത്തിലാണ് ആ ഭാര്യ എന്ന സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സദസ്സിൽ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവും. ഒരുപക്ഷെ ഹൃദയത്തിൽ ഇപ്പോൾ അവർക്ക് വിങ്ങുന്നുണ്ടാവും ഓരോ ഭാര്യമാരുടെ, നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥ. എത്ര സുഖമില്ലാതെ കിടന്നാലും ഭർത്താവ്, അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട്, താൻ സുഖമില്ലാതെ കിടന്നാലും ഭർത്താവിന് വേണ്ടി എഴുന്നേറ്റ് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന സഹോദരിമാർ. കടയിൽ നിന്ന് വാങ്ങാൻ പറയില്ല, ആ വേഗം കടയിൽ നിന്ന് വാങ്ങിച്ചോ, 2 ഫുഡ് കുഴിമന്തി വാങ്ങിച്ചോണ്ടോ അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചോണ്ടോ എന്ന് പറയല്ല, ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ശ്വാസം മുട്ടായിക്കോട്ടെ, പനിയായിക്കോട്ടെ, ഛർദിലായിക്കോട്ടെ, എല്ലാം മാറ്റി വെച്ചിട്ട് ഭർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് നമുക്കിടയിൽ ഉണ്ടല്ലോ. അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ഈ മറക്കപ്പുറത്തിരിക്കുന്ന സഹോദരിമാരൊക്കെ ആ രീതിയിലുള്ളവരാണ്. അള്ളാഹു അവർക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. സ്വർഗം കിട്ടാൻ കാരണമാണ്. സ്വർഗം നിസ്സാര കാര്യമല്ല. ഒരുപാട് അമൽ ചെയ്യുക എന്നുള്ളതിലല്ല, ചെയ്യുന്ന അമലിൽ പരിപൂർണമായ സംതൃപ്തി ആഗ്രഹിച്ച് ചെയ്താൽ ഈ കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. മനസ്സിലാക്കണം. സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കാൻ അവർ ഒരുപാടും ചെയ്യണ്ട, കുറഞ്ഞ കാര്യം ചെയ്താൽ മതി. അതിനൊരു ഹദീസ് പഠിപ്പിച്ചു തരാം കേട്ടോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ കടന്നു വരുകയാണ്. അസ്മാ ബീവി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞാൻ ഒരാളാണ് കടന്നു വന്നിട്ടുള്ളതെങ്കിലും സ്ത്രീകളുടേതാകുന്ന ആവശ്യം പറയാൻ വന്നതാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്, പക്ഷെ ഒരു കൂട്ടം സ്ത്രീകളുടെ ആവശ്യം തങ്ങളോട് പറയാൻ വന്നതാണ്. നബി ചോദിച്ചു, എന്താ കാര്യം? നബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ജുമുഅ ജമാഅത്തിനൊന്നും വരാൻ പറ്റൂലല്ലോ, സ്ത്രീകളല്ലേ, ഞങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റൂല, നമുക്ക് ഒരുപാട് നന്മകൾ തടയപ്പെടുന്നുണ്ട്, ജുമുഅ ജമാഅത്തിന് വരാൻ പറ്റില്ല, 5 വഖത്ത് വരണമെന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. സഹാബിയത്താകുന്ന വനിതകളാണ്. അതുകൊണ്ട് തന്നെ അവർ പറയും, ഞങ്ങൾക്ക് ജുമുഅ ജമാഅത്തിന് വരാൻ പറ്റൂല, ഞങ്ങൾക്ക് ജിഹാദ് യുദ്ധത്തിന് വരണമെന്നുണ്ട്. പടച്ചട്ടക്കാണ് ഞങ്ങൾക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്, ഞങ്ങൾ ഇവിടെ അതിന് ഇറങ്ങാൻ റെഡിയാണ്. പക്ഷെ നബിയെ തങ്ങൾ പറഞ്ഞു സ്ത്രീകൾ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിൽ നിന്ന് വിലക്കിയേക്കാൻ. ഞങ്ങൾക്ക് ഈ കൂലിയൊക്കെ ഒന്ന് കിട്ടണ്ടേ നബിയെ? ഈ ജുമായില്ല, ഈ ജമാഅത്തും ഇല്ല, ഈ ജിഹാദൊന്നും ഇല്ല, ഞങ്ങളിങ്ങനെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണോ എന്ന അർത്ഥം. മനസ്സിലായില്ല? അങ്ങനെ പറയുന്ന കൗമുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ വീട്ടിൽ പർദ്ദയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണോ, ചില്ലിട്ടതാകുന്ന കൂട്ടിൽ വെച്ചിരിക്കുകയാണോ, ഞങ്ങളെന്താ ഡമ്മികളാണോ, ഞങ്ങൾ പുറത്തിറങ്ങണ്ടേ എന്ന് ചോദിക്കുന്നതാകുന്ന ആളുകളുണ്ടല്ലോ. നവീന ചിന്താഗതിക്കാർ പഠിച്ചു വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ആ സഹോദരിയോട് പറഞ്ഞത്, സഹാബിയത്താകുന്ന വനിതയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പഠിക്ക്, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളു, അമൽ ചെയ്യൻ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് നന്നാവിൻ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്താ വേണ്ടതെന്ന്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണ് 5 വഖത്ത് കൃത്യമായി അദായി നമസ്കരിച്ചാൽ, പരിശുദ്ധമായ റമളാനിലെ 30 നോമ്പ് അനുഷ്ഠിച്ചാൽ, സ്വന്തം ഭർത്താവിന് ഖിദ്മത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ, സേവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? 3 കാര്യം. ഒന്ന്, 5 വഖത്ത് നിസ്കാരം. ബാങ്ക് വിളിക്കുമ്പോൾ അക്കുറയിട്ടിട്ട് ആദ്യ വഖത്ത് നിസ്കരിക്കണം. മുഹർ അസറിനോട് ചേർത്ത് വെച്ചിട്ടല്ല, പെട്ടെന്ന് ശുദ്ധീകരിച്ച് പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട്. പിന്നെ അങ്ങനെയൊന്നും വേണ്ട, അതിന് നിനക്ക് വലിയ ശുദ്ധിയൊന്നും ഉണ്ടായില്ലല്ലോ, എന്തിനെങ്ങനെ നീ അങ്ങനെ മാറിയിരിക്കുന്നത്? ഈ അടുക്കളയെ പെരുമാറിയതിൻ്റെതാകുന്ന അശുദ്ധിയല്ലേ ഉള്ളൂ, അത് കഴുകിയാൽ പോകുന്നുള്ളൂ. ഈ അടുക്കളയെ തന്നെ പെരുമാറിയിട്ടാണ് ഇവിടെ ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും ഒക്കെ കഴിഞ്ഞു പോയത്. നമ്മുടെ പെണ്ണുങ്ങൾ മാത്രം എന്തിനാ ഇങ്ങനെ അസർ വരെ പിന്തിച്ച് മഗ്‌രിബ് വരെ പിന്തിക്കുന്നത്? അത് കളാക്കുമല്ലേ, നിസ്കാരം വെറുതെ പിന്തിപ്പിക്കുന്നത് എന്തിനാ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ കുളിക്ക്. സുബഹി മുതൽ ദുഹർ വരെ സമയം ഉണ്ടായിട്ട് കുളിക്കാത്തവള് പിന്നെ എന്തിനാ അസ്റാം ഒരു കുളി? അതുകൊണ്ടല്ലോ ദുഹറിന്റെ സമയത്ത് നേരത്തെ കുളിക്ക്, ദുഹറിന് മുമ്പ് തന്നെ കുളിച്ച് ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവ്വൽ വഖത്ത് നിസ്കരിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വീട്ടിൽ നിസ്കാര മുറി ഉണ്ടല്ലോ, ബാത്തെടുക്കാൻ സ്ഥലമുണ്ടല്ലോ, അത് വേണ്ടത് തന്നെയാണ്. കാന യഅമുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫി ദിയാരിനാ വനുസ്ലിഹ സൻഅതഹാ വനുതഹിറഹാ.
സഹാബത്ത് പറയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വീടുകളെ പള്ളിയാക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ കൽപ്പിച്ചിരുന്നു. വീട്ടിലെ റൂം പ്രത്യേകമായി തരംതിരിക്കുക, നിസ്കാരത്തിന് വേണ്ടി റൂം സജ്ജീകരിക്കുക. കാരണം അശുദ്ധിയുള്ളതാകുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നീ പനസ്ഥലത്തൂടെ നടന്നിട്ടുണ്ടാകാം, അശുദ്ധി വരുത്തിയിട്ടുണ്ടാകാം, നിനക്കൊരു ബുദ്ധിമുട്ടാകണ്ട. അതിനുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു സ്ഥലം തഅയീൻ ചെയ്യൻ, വ്യക്തമാക്കി. കാന യഅമുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫീ ദിയാരിനാ, ഞങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥലം തഅയീൻ ചെയ്യാൻ, വ്യക്തത വരുത്താൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. വനുസ്ലിഹ സുൻഅതഹാ, ആ പണിയുന്നത് നല്ല വൃത്തിയായി ചെയ്യുവാനും റസൂലുള്ള പറഞ്ഞിരുന്നു. വനുതഹിറഹാ, അതിനെ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരിക്കുവാനും റസൂലുള്ള കൽപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്ഥലമുണ്ടല്ലോ, അവിടെ റാഹത്തായി നിസ്കരിക്കും, അവിടെ നിസ്കരിക്കുക, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കും. റമളാനിലെ നോമ്പ് അത് കൃത്യമായിട്ട് ആ 30 നോമ്പ് അനുഷ്ഠിക്കും. സഹോദരിമാര് ശ്രദ്ധിച്ചോ, വിടാതെ ശ്രദ്ധിക്കും. അശുദ്ധി വരുന്ന ഘട്ടമുണ്ടെങ്കിൽ റമളാൻ കഴിഞ്ഞ് ഉടനെ തന്നെ നോറ്റുവീട്ടിൽ, ഉടനെ നോറ്റുവീട്ടിന് ശവ്വാൽ മാസത്തിൽ തന്നെ നോറ്റുവീട്ടിന് നീട്ടിക്കൊണ്ട് പോകണ്ട. പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ തുടങ്ങിക്കോ. എന്തിനാ നീട്ടുന്നത്? അങ്ങനെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാഇനോട് പറഞ്ഞു, സ്വന്തം ഭർത്താവിന് സേവനം ചെയ്ത് നിലകൊള്ളി, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ വാക്ക് വെച്ചിട്ട് നിങ്ങൾ അമൽ ചെയ്താൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറക്കപ്പുറത്തിരിക്കുന്നവർക്ക് സ്വർഗം പുൽകാൻ കാരണം ഇതാ. ഈ മറക്കിപ്പുറത്തിരിക്കുന്നവർക്ക് കടമ്പകൾ ധാരാളം. ജമാഅത്ത് ഒഴിയാൻ പാടില്ല. വരണം. ജമാഅത്ത് ഒഴിയുന്നവന്റെ വീട് കരിക്കാൻ വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ജമാഅത്ത് ഒഴിയുമ്പോ അവന്റേതാകുന്ന ഒരാളെ ഇവിടെ ഇമാമത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ജമാഅത്ത് ഒഴിയുന്നവന്റെ വീട് കരിച്ചു കളയാൻ വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു. അത്ര ഗൗരവത്തിൽ, കരിച്ചു കളയണമെന്ന അർത്ഥത്തിലല്ല, അത്ര ഗൗരവമുണ്ട്, നിസ്സാര വിഷയമല്ല ജമാഅത്ത് കളഞ്ഞു കുളിക്കുന്നത് എന്നത്. ജുമുഅ എന്തായാലും നിർബന്ധമാണ്. ജമാഅത്തിനേക്കാൾ വലിയ ഔലിയാണ് ജുമുഅ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ജുമുഅയുടെ 2ാമത്തെ റക്അത്തിലെ റുകൂഇലെങ്കിലും വന്ന് ചേർന്നില്ലെങ്കിൽ ജുമുഅ കിട്ടൂല. ഇത് പഠിച്ചു വെക്കണം. ഞാൻ മുമ്പ് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുമാണ്. പുരുഷന്മാർ കൂടുതലുള്ളത് കൊണ്ടൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. ആരെങ്കിലും സഹോദരങ്ങൾ വിട്ടുപോകുന്നവർ, ചിലപ്പോൾ ലാസ്റ്റ് വാലൊക്കെ കഴിഞ്ഞ് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ജുമുഅയ്ക്ക് വന്ന് കൂടിയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവൂല. സാധാരണ ജമാഅത്തായ നമസ്കാരം പോലെയല്ല ജുമുഅ. സാധാരണ നിസ്കാരത്തിൽ ജമാഅത്ത് കിട്ടണമെങ്കിൽ അവസാനത്തതാകുന്ന അത്തഹിയ്യാത്തിൽ ഇമാമിനോടൊപ്പം വന്നു ചേർന്നാൽ ആ ജമാഅത്ത് കിട്ടും. അതേ സമയത്ത് ജുമുഅയിൽ ജമാഅത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ 2ാമത്തെ റക്അത്തിൽ റുകൂഇൽ വന്നുകൊണ്ട് തുടരണം. റുകൂഇന് ശേഷം വന്നാൽ ജുമുഅ ഇല്ല. പിന്നെ അവനെന്താ നിസ്കരിക്കേണ്ടത്? റുകൂഇൽ വന്ന് അവനെ കൊണ്ട് കൂടിയപ്പോൾ തന്നെ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് പറഞ്ഞ് ഒരു വട്ടം അനക്കമടങ്ങി ഇമാമിനോടൊപ്പം കിട്ടിയിട്ടില്ല. ഇങ്ങനെ അവിടെ ഇവിടെ ഇറങ്ങി നടന്നയാണ്. എങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? ജുമുഅയുടെ നിയ്യത്ത് വെച്ചുകൊണ്ട് അവൻ എന്ത് നിസ്കരിക്കണം? ളുഹറാണ് അവൻ നിസ്കരിക്കേണ്ടത്. 4 റക്അത്ത് ളുഹർ നിസ്കരിക്കണം. മനസ്സിലായിക്കോ? 4 റക്അത്ത് അവിടെ നിസ്കരിക്കേണ്ടി വരും. പിന്നെ ഇതൊന്നും അധികാരി ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എല്ലാവരും വന്നിട്ട് ഈ അത്തഹിയാത്തി വന്ന് കൂടിയിട്ടും എഴുന്നേറ്റ് നിന്നിട്ട് 2 റക്അത്ത് റാഹത്തായി നിസ്കരിച്ചു. അടുത്ത ആഴ്ച കാണാം കേട്ടോ ഉസ്താദേ. പ്രസംഗവും വേണ്ട, ഒന്നും വേണ്ട, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മുത്തുബായും കഴിഞ്ഞിട്ട് കയറി വന്നേക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാനിത് പറഞ്ഞത് ചെറുപ്പക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വളരെ ഗൗരവത്തിലുള്ള ഒരു മസലയാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ജുമുഅയാണ് അവൻ നിസ്കരിക്കുന്നത്. പക്ഷെ 2ാമത്തെ റക്അത്തിൽ വന്ന് റുകൂഇന് ശേഷം വന്ന് തുടർന്നാൽ അവൻ ആ ജുമുഅയുടെ ജമാഅത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ജുമുഅയായിട്ടല്ല കെട്ടുപെടുക, അവൻ ളുഹർ നിസ്കരിക്കണം. ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഗൗരവമായി മനസ്സിലാക്കണം. 4 റക്അത്ത് നിസ്കരിക്കണമെന്ന് അർത്ഥം. എഴുന്നേറ്റിട്ട് വേഗം തന്നെ പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ കുടുംബ ബന്ധം ചേർക്കുക, അതിലേക്ക് ഉപോത്ബലകമായിട്ട് വരുന്നതാണ് ഇതിന്റെ ദാമ്പത്യ ജീവിതം. അത് നീ ശ്രദ്ധിക്കണം. വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ അതിലേക്ക് നീ ശ്രദ്ധിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സംശുദ്ധമാണ്. വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓരോ ദിവസവും അതിലേക്ക് ചുവട് വരുമ്പോ പ്രത്യേകമായി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. റമളാനിന്റെ അവസാനത്തെ 10 വരുന്നത് പോലെ തന്നെ റമളാനിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. എങ്ങനെ ഒരുങ്ങി തയ്യാറാകുക? കുടുംബക്കാരെ വിളിച്ചുണർത്തി അവർക്ക് റമളാൻ വരുന്നതിന്റെ ഒരു പ്രത്യേകമായ ഒരു ഉണർവ് അവർക്ക് കൊടുക്കും.
റമദാന്റെ അവസാനത്തെ 10 അങ്ങനെ തന്നെ പള്ളിയിലെ എത്തിക്കാഫായി നിബിധങ്ങൾ കഴിച്ചു കൂട്ടും. കുടുംബക്കാര് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറയും. ഇതേ രീതി നമ്മുടെ വീട്ടുകളിലും വരണം. റമദാൻ എത്താറായി മക്കളെ, ഇനി എല്ലാ പരിപാടിയും നിർത്തി. ഈ ബിഗ് ബോസ് പരിപാടിയൊക്കെ നിർത്തിയേക്ക്. ഇനി ഡിംബലിനൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് യാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് നിലകൊള്ളു. അള്ളാഹു തൗഫീഖ് തരട്ടെ. നന്നായി ജീവിക്കും. ഇത്ര നാൾ റിയാലിറ്റി ഷോ അതും ഇതും മാറ്റി ചാനൽ മാറ്റി നിലകൊണ്ട് ഇനിയെങ്കിലും നന്നാകും. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റേതാകുന്ന കവാടങ്ങൾ തുറക്കപ്പെടും. റമളാൻ വരുമ്പോൾ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കാൻ. നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുക. വലിയതാകുന്ന കുരുത്തം കെട്ടതാകുന്ന പിശാചികളെ ചങ്ങലക്കിടുക. ഈ സന്ദർഭമാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റമളാനിൽ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ, റമളാനിൽ പിന്നെ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യാറില്ല. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവർ റമളാനിൽ കള്ളുകൂടി നിർത്തും. റമളാൻ കഴിയുമ്പോൾ നോക്കാന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അതാണ് ഈ പിശാചിനെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞ. അതാണ്. എന്നാൽ ചെറിയ തെറ്റുണ്ടാവും, അത് ശ്രദ്ധിക്കണം. ആ ചെറിയ തെറ്റിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ ചോദിച്ചോളൂ, നിങ്ങൾ എന്ത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ അമൽ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് ഇനി തൗബയാണ്. റമളാന് മുമ്പ് നമ്മൾ തൗബ ചെയ്ത് നിലകൊള്ളണം. 27 രാവിലെ പള്ളിയിൽ വന്ന് നമ്മുടെ സാധാരണ നമ്മൾ കൂടുന്ന പരിപാടിക്ക് വന്ന് കൂടി ആ സമയത്ത് ഒരു തൗബ ചെയ്തിട്ട് പോയിട്ട് മാത്രം കാര്യമില്ല. കാരണം ആ സമയത്ത് തൗബ ചെയ്താൽ അതിന് മുമ്പുള്ള അമലുകൾ സ്വീകരിക്കണ്ടേ. 27ന്റെ അവിടം വരെ നമ്മൾ ചെയ്ത അമലുകളൊന്നും സ്വീകരിക്കണ്ടേ. എന്താ നിങ്ങൾ അതിന്റെ ഒരു അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? റമളാന് മുമ്പ് നമ്മുടെ ഹൃദയം കഴുകി ശുദ്ധീകരിക്കണം. എല്ലാ ബന്ധുക്കാരെയും പോയി കാണണം. റമളാന് മുമ്പ് ഒരു ബന്ധം പുതുക്കൽ വേണം. സലാം പറയാത്തവരോട് അങ്ങോട്ട് പോയി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, എന്റെ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അങ്ങോട്ട് അവർക്ക് നന്മ ചെയ്യുന്നവനാണ്. ഇന്നി അഅഫു വയളുമൂൻ, അങ്ങോട്ട് ഞാൻ അവർക്ക് നന്മ ചെയ്യും, അവരെന്നെ ആക്രമിക്കും. വഅഹ്സിനു വയുസിഉ ഇലയ്യ, ഞാൻ അവർക്ക് ഒരുപാട് നന്മ ചെയ്യും. പോകുമ്പോൾ നല്ല കിറ്റൊക്കെ കെട്ടിക്കൊണ്ട് പോകും. പക്ഷെ അവരും കൂടെ വരുമ്പോൾ വെറും കൈയോടെ വരുന്നു. ഒരു കിറ്റും ഇല്ല, ഒന്നുമില്ല. ഹലാസ്. നമ്മുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യും, പോകുമ്പോൾ ഭയങ്കരമായിട്ട് കിറ്റൊക്കെ കെട്ടി ഭയങ്കര സംഭവമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകും. കൊച്ചാപ്പ മൂത്താപ്പകൾ അപ്പം അങ്ങനെ ബന്ധുക്കാരൊക്കെ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ. പക്ഷെ അവരിങ്ങോട്ട് വരുമ്പോഴോ ഒരു സാധനമില്ല. ഒരു കോലുമുട്ടായി എങ്കിലും നമ്മുടെ മക്കൾക്ക് അല്ലാത്ത അതും ഇല്ല. അതും നമ്മൾ പ്രതീക്ഷിച്ചാൽ അതും ഇല്ലാതെയാണ് വരുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ അവർ പറയും, അവർ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു മാനസികമായിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്നാ ഇപ്പൊ ഇപ്രാവശ്യം ആപ്പിൾ ഓറഞ്ചും മുന്തിരിയും കൊണ്ടുവരുന്നു, ഇനി പോകുമ്പോൾ മുന്തിരി അങ്ങ് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ അതൊക്കെ. അപ്പം ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയും, ഒന്നും കൊണ്ടുപോകണ്ട, ഇനി അങ്ങനെ പോയാൽ മതി, അവരിങ്ങോട്ട് വന്നതുപോലെ തന്നെ പോയാൽ മതി. അപ്പൊ അതേ ഒരു മനസ്സ് എന്റെ മനസ്സിൽ തോന്നിപ്പോയി. സ്വഹാബിയാണ് അദ്ദേഹം പറയാൻ. പക്ഷെ ഞാൻ അങ്ങോട്ട് എത്ര നന്മ ചെയ്താലും അവരിങ്ങോട്ട് ആക്രമിക്കുകയാണ്. ഞാൻ അവർക്ക് ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ അവർ എന്നോട് തിരിച്ച് അക്രമമാണ് കാണിക്കുന്നത്. ഞാൻ അവർക്ക് നന്മ ചെയ്യുമ്പോൾ അവരെന്നോട് തിന്മയാണ് ചെയ്യുന്നത്. എന്താണ് ഞാൻ അവർക്ക് ചെയ്യേണ്ടത്? നബിയെ, അവരെന്നോട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ പകരം ചെയ്യട്ടെ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോ നബി തങ്ങൾ കൊടുത്ത മറുപടി, ഇല്ല, ചെയ്യരുത്. ولكن جد بالفضل واحسن اليهم شفيعنا رسول الله. നീ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും നന്മ. അവരുടെ ഹൃദയത്തിന് പരിവർത്തനം വരുന്ന മുറയ്ക്ക് ഒരിക്കലും ഉണ്ടാകണ്ട. നിനക്ക് ആഖിറത്തിൽ നേട്ടം കിട്ടും. നീ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയാണോ, റമളാനിൽ കൊണ്ട് 1000 കൈമടക്ക് കൊടുക്കുന്നുണ്ട് പ്രായം ചെന്ന ഉമ്മ. പിന്നെ അവർക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും അത് 500 അങ്ങ് ആക്കാൻ വേണ്ടി നീ ശ്രമിക്കണ്ട. ഓർമ്മയില്ലല്ലോ, ഇവരെങ്ങാനും വല്ല കഷായത്തിനോട് അഴിച്ച് കുടിക്കുവോ, അത് വേണ്ട. അത് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് വീട്ടുകാരോടൊന്ന് പറഞ്ഞേക്കുന്ന, പടയിൽ പൈസ ഇത് കൊടുത്തിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അല്ല ഉമ്മാടിയിൽ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കണ്ട. അവർക്ക് ഓർമ്മയില്ലല്ലോ. അവർ പണ്ട് നോക്കിയിട്ട്, ആഹാ എന്റെ പൊന്നുമോനെ 2000 തന്നായിരുന്നല്ലോ, ഒരു ഉമ്മ തരുമായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിലകൊള്ളുമല്ലോ. അവർക്ക് ഓർമ്മയില്ലല്ലോ എന്ന് കരുതി നീ ആ കൊടുക്കുന്നതിലൊന്നും കുറവ് വരുത്തണ്ട. അവരിലേക്ക് നീ ആ ചെയ്യുന്ന നന്മ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര നന്മയാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. ഇതൊക്കെ റമദാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. റമദാൻ വരുമ്പോൾ ഒരു ചെറിയൊരു പുതിയായിട്ട് റമദാൻ കിറ്റുമായിട്ട് നേരത്തെ ഇടണം. റമദാന്റെ ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് വേറെ, അത് നമ്മൾ റിലീഫ് കിറ്റുകൾ വല്ലാതെ കൊടുക്കുന്നതാണ്. റമദാന് മുമ്പ് തന്നെ നമ്മൾ അവരെ ഒന്ന് പോയി കാണുക. ഇനി സാമ്പത്തികമായി സഹായിക്കേണ്ടവർക്കാണെങ്കിൽ അത്. ചിലർ ഷുഗർ പിടിച്ചിട്ട് അവരിപ്പം മരിക്കുമെന്ന് പറഞ്ഞ് നിലവിൽ അവർക്ക് കൊണ്ടുവന്ന അലുവായും
ഐസ്ക്രീം കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അവർക്ക് 2 കിലോ അലുവായും ഐസ്ക്രീം കൊണ്ട് കൊടുത്തിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോവാൻ എങ്ങോട്ടെങ്കിലും വല്ല വിനോദയാത്രയ്ക്ക് പോകാൻ ഒരു കാര്യമില്ല. അവർക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും സഹായിക്കേണ്ടത്. ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഴ്ചയിൽ 2 ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അവർക്ക് അതിന് അങ്ങനെയാണ് സഹായിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനൊരു ചെലവായിട്ട് മാറ്റി. ഈ രീതിയിൽ രോഗികളായി കഴിയുന്ന എത്ര കുടുംബക്കാരുണ്ട് നമുക്കിടയിൽ, എത്ര ആളുകളുണ്ട്. അവരൊക്കെ പോയി ഒന്ന് കാണിന്, എത്ര ആശ്വാസമാണ്. അവരുടെ ഒരു പ്രാർത്ഥന മതി സഹോദരങ്ങളെ, നിന്റെ റമളാൻ അല്ലാഹു കബൂലാക്കും. റമളാൻ എന്ന് പറഞ്ഞാൽ റമളാൻ വന്നിട്ടും അമൽ ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, നല്ല ആരോഗ്യവതികളാകുന്ന സ്ത്രീകൾ, ഇരിക്കുന്ന മറക്കപ്പുറത്തിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എത്രയോ സഹോദര സഹോദരിമാരുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ റമളാനിൽ അമൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തൗഫീഖ് ഇല്ല. തൗഫീഖ് എങ്ങനെയാ കിട്ടുക? അത് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൂടെ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സദഖയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്നതാകുന്ന ചെറിയൊരു ദുആ, അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാകുന്ന ഒരു ചെറിയ പ്രകാശം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് സ്വീകാര്യതവും അമൽ ചെയ്യാനുള്ള താല്പര്യം കൂടും. അതിനുള്ള സമയവും സന്ദർഭവും അല്ലാഹു നൽകും. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. കഴിഞ്ഞ റമളാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. എത്രയോ റമളാൻ നമ്മൾ ഇന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞുപോയി. ഖുർആൻ ഖത്മ് തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ. വേണ്ട റമളാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട്, അഥവാ കണ്ടുകൊണ്ട്, അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കുളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട്. അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം ഉദര വ്യായാമം മാത്രമല്ല, വയറ് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ടവർ വരെയുണ്ട്.